എന്തെങ്കിലും ചെയ്താലോ എന്ന് കൂടെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബൈക്ക് മേടിക്കുന്നത്. ഇത് ഹോണ്ട CB 350 RS ആണ്. ഒരു പേടി ഉണ്ടായിരുന്നു, ഫസ്റ്റ് സർവീസിന് മുമ്പേ ഇതിനെ ഇത്ര കഷ്ടപ്പെടുത്തണോ, ഹില്ലി ഏരിയയിലേക്ക് വണ്ടിയും കൊണ്ട് പോകണമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. അതായത് 5 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ഇട്ടിട്ട് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5:30 ആയി. 2 ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സിനെ സംബന്ധിച്ച് ആ മരം ഒരേ സമയം റെസ്റ്റിലും മോഷനിലുമാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ഇനിഷ്യേറ്റീവ് ക്യൂരിയോ ഷിഫ്റ്റ്. ഇത് ഈ ചാനലിലിടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന എൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ബാംഗ്ലൂർക്കാണ്. ആ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസും കൂടാതെ ഈ ചാനലിലെ ഐഡിയ എന്താണെന്നും പറയുകയാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ആ കല്യാണം കൂടാനായിട്ടുള്ള യാത്രയാണിത്. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് സാരംഗ്. എൻ്റെ നാട് ആമ്പല്ലൂരാണ്. അത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നു. കാരണം തൃശ്ശൂരുമുണ്ടൊരു ആമ്പല്ലൂർ, അത് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഈ ആമ്പല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്റാനിക്കരയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ കോട്ടയം സൈഡിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. MSc ഇൻ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അതിനുശേഷം കോർപ്പറേറ്റ് ട്രെയിനിങ് ഫീൽഡിലേക്ക് 7 വർഷം കംപ്ലീറ്റ് ആവുന്നു ഞാൻ ജോലി കയറിയിട്ട്. സോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്താലോ എന്ന് കൂടെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ബൈക്ക് മേടിക്കുന്നത്. ഇത് ഹോണ്ട CB 350 RS ആണ്. ഇത് ഏകദേശം ബുക്ക് ചെയ്യുന്നത് 2025 ഡിസംബറിലും കയ്യിൽ കിട്ടുന്നത് ഫെബ്രുവരിയിലുമാണ്. കാരണം 1 മാസം വൈകി മതി എന്ന് തന്നെ പറഞ്ഞിട്ടാണ്, മറ്റു ചില കാരണങ്ങളാൽ. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ആലോചിച്ച് തുടങ്ങിയ ഒരു ഐഡിയ ആണ് ഈ ഒരു ചാനലിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം. അതിനു മുമ്പ് ബൈക്ക് എടുത്തിട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഫസ്റ്റ് സർവീസിന് മുമ്പ് തന്നെ മൂന്നാർ ട്രിപ്പ് പോയി. വണ്ടി എടുത്തത് നമ്മുടെ ഹോണ്ട ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചി വഴിയാണ്. അതുകൂടാതെ ഞാൻ പോയ ഫസ്റ്റ് ട്രിപ്പ് മൂന്നാർക്കും അവിടുത്തെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ, സ്കൈ ഗേഴ്സേഴ്സിൻ്റെ കൂടെയാണ് മൂന്നാർക്ക് പോയത്. അതും ഫസ്റ്റ് സർവീസിന് മുമ്പ്. അപ്പോൾ ആ പോക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, ഫസ്റ്റ് സർവീസിന് മുമ്പേ ഇതിനെ ഇത്ര കഷ്ടപ്പെടുത്തണോ, ഹില്ലി ഏരിയയിലേക്ക് വണ്ടിയും കൊണ്ട് പോകണമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ചിറങ്ങി. പിന്നെ എന്തോ ഭാഗ്യത്തിന് ആ യാത്രയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നില്ല. കൊണ്ടുവന്നു. നെക്സ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് സർവീസും കയറ്റി. ദെൻ വണ്ടി വളരെ അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ പോകുന്നു. അതിനുശേഷം പിന്നൊരു ലോങ് എന്ന് പറയാൻ പോയിരിക്കുന്നത് തൃശ്ശൂർക്കാണ്. ആ ഒരു തൃശ്ശൂർ ട്രിപ്പിന് ശേഷം പിന്നീട് പോകുന്ന സോളോ ലോങ് ട്രിപ്പാണ് ആക്ച്വലി ഈ ബാംഗ്ലൂർ ട്രിപ്പ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമുണ്ട്. ആ കല്യാണം കൂടാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിലൂടെ ഉള്ള എക്സ്പീരിയൻസും ചാനലിൻ്റെ ഐഡിയാസും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി അതിന് മുമ്പേ തന്നെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആക്ച്വലി DJI Osmo Action 4 വഴിയാണ്. അത് കൂടാതെ അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൈക്ക് മിനി വഴിയൂടെ. അപ്പോൾ അത് ആക്ച്വലി ടെസ്റ്റ് ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. ടെസ്റ്റിങ് നടക്കുന്നതും ഈ ഒരു യാത്ര വഴിയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയായിരുന്നു. അതായത് 5 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ഇട്ടിട്ട് ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5:30 ആയി. ഈവൻ കളമശ്ശേരി കവറായപ്പോൾ തന്നെ ഏകദേശം 6:30 ആയി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ചെസ്റ്റ് മൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അത് കറക്റ്റായിട്ട് കവർ ചെയ്യുന്നുണ്ടോ ഏരിയാസ്, വീഡിയോ കറക്റ്റായിട്ട് റെക്കോർഡ് ആവുന്നുണ്ടോ, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ചെക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേനും കളമശ്ശേരി കഴിഞ്ഞപ്പോഴത്തേനും അരമണിക്കൂറായി. അത് കൂടാതെ മറ്റൊരു പറ്റി, ഞാൻ ഈ ക്യാമറ മേടിച്ചിട്ട് ആക്ച്വലി ഒരാഴ്ച ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നൈറ്റ് ഷോട്ട്സ് എടുക്കാനായിട്ട് അതിൻ്റെ എക്സ്പോഷറും മറ്റ് സെറ്റിങ്സൊക്കെ മാറ്റിയിട്ടായിരുന്നു. ആ സെറ്റിങ്സിൽ തന്നെയാണ് ആക്ച്വലി ഇത് റെക്കോർഡാവുന്നതും. അതുകൊണ്ട് തന്നെ കിട്ടിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോഷർ ഇച്ചിരി കൂടിപ്പോയി എടുത്ത വീഡിയോയ്ക്ക്. സോ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ആക്ച്വലി വീഡിയോ എടുത്തതിന് ശേഷമാണ്. അതിനുശേഷം അതിൻ്റെ നമ്മുടെ DJI സെറ്റിങ്സ് വഴി അതിന് കളർ തിരിച്ച് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ കുറേ പോർഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ ബ്ലോൺ ഔട്ടായിട്ട് തോന്നാം. പക്ഷേ കുറച്ച് കിട്ടിയതിൽ നിന്ന് നല്ല ക്ലിപ്സാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി എന്തിന് ഈ ചാനൽ എന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു പണ്ട്. അവൻ ഞങ്ങളിങ്ങനെ വണ്ടിയെക്കുറിച്ചും കാറിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനെന്തോ ഒരു ഡൗട്ട് ചോദിച്ചു. ഡൗട്ടെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അതായത് ഈ 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
അന്നേരം അവൻ പറഞ്ഞ മറുപടിയാണ് ആക്ച്വലി ഈ ചാനൽ തുടങ്ങാനായിട്ടുള്ളൊരു കാരണം. അതായത് അവൻ പറഞ്ഞത് 2 തവണ അറ്റാക്ക് വന്ന എൻജിൻ 2 സ്ട്രോക്കും 4 തവണ അറ്റാക്ക് വന്ന എൻജിൻ 4 സ്ട്രോക്കുമാണെന്നാണ്. അവനൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു പിടിയില്ല, രക്ഷപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇവരാണ് ആക്ച്വലി എൻ്റെ ഇൻസ്പിറേഷൻ. ഈ ഒരു ചാനലിലൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ റൈഡ് എൻജോയ് ചെയ്യാം, ഞാൻ കാണുന്ന ലാൻഡ്സ്കേപ്സ് എൻജോയ് ചെയ്യാം, എൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തത് മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് ആണ്. അതുകൂടാതെ കുറച്ച് ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തുള്ള പരിചയമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ അത് എൻജോയ്മെൻറ്റും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോയിക്കൂടാ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങാനായിട്ടുള്ള ഐഡിയ കിട്ടിയത്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്കുണ്ട്, എനിക്ക് റൈഡ് പോവാം, എനിക്ക് ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സും പല പ്ലേസസും കാണാനും എൻജോയ് ചെയ്യാനും പറ്റുന്നു. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടാതെ ആ പോകുന്ന യാത്രയിലൂടെ നിങ്ങൾക്ക് അറിവുകൾ നേടാനായിട്ട്, അത് ഏത് ടോപ്പിക്കും ആവാം, സയൻസ് റിലേറ്റഡ്, ഞാൻ പഠിപ്പിച്ചിരുന്നത് ഫിസിക്സ് ആണെങ്കിലും ഫിസിക്സോ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളോ എല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു ചാനൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് അറിവും കൂടെ പറഞ്ഞു തരാനാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കുതിരാൻ ഏരിയ വഴിയാണ്. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്കിനി പാലക്കാടിൻ്റെയും കുതിരാൻ്റെയും പച്ചപ്പും ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്യാം. സോ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മോഷൻ ആൻഡ് റെസ്റ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അത് ഫിസിക്സിൽ 8ാം ക്ലാസ്സിലും പിന്നെ +1 ഒക്കെ ആവശ്യമായിട്ട് വരുന്ന കൺസെപ്റ്റാണ്. സോ വെർബലി മാക്സിമം എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞു തരാനും, ഫിഗേഴ്സ് വേണ്ട സ്ഥലത്ത് ഫിഗേഴ്സ് യൂസ് ചെയ്ത് പറഞ്ഞു തരാനും ഞാൻ ശ്രമിക്കാം. ഫിസിക്സ് എന്ന സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും ഒക്കെ എളുപ്പമുള്ള 2 ടോപ്പിക്കുകളാണ് റെസ്റ്റും മോഷനും. എന്നാൽ അതുപോലെ തന്നെ കുഴപ്പിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കും ഇത് തന്നെയാണ്. ഒരു റൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ മറ്റൊരു ടോപ്പിക് നല്ലത് വേറെ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ റെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇഫ് എ ബോഡി ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിൻറ്റ്, ഇറ്റ്സ് സ്റ്റേറ്റ് ഈസ് കോൾഡ് റെസ്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മറ്റൊരു റെഫറൻസ് പോയിൻറ്റിനെ അപേക്ഷിച്ച് മാറുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയാൻ കഴിയും. സിമ്പിൾ എക്സാമ്പിൾ, നമുക്ക് ചുറ്റുമുള്ള മരങ്ങൾ, വീടുകൾ ഇവയൊക്കെ റെസ്റ്റിലാണ്. ഇതിലെ നമ്മളെടുക്കുന്ന ബോഡിയിൽ അല്ലാത്തൊരു പോയിൻറ്റോ ഒബ്ജക്റ്റോ ആണ് റെഫറൻസ് പോയിൻറ്റ്. റെഫറൻസ് പോയിൻറ്റ് എന്തുമാകാം, മോസ്റ്റ്ലി അത് തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ചെയ്തിട്ടില്ലെങ്കിൽ റെഫറൻസ് പോയിൻറ്റ് നിങ്ങൾ തന്നെയാണെന്ന് കരുതുക. ഇനി മോഷൻ ഡിഫൈൻ ചെയ്യുന്നത്, ഇഫ് എ ബോഡി ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിൻറ്റ് ഓർ ആൻ ഒബ്സർവർ, ദെൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഈസ് കോൾഡ് മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മറ്റൊരു ഒബ്ജക്റ്റിനെയോ പോയിൻറ്റിനെയോ അപേക്ഷിച്ച് മാറുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് മോഷനിലാണ് എന്ന് നമുക്ക് പറയാം. സിമ്പിൾ എക്സാമ്പിൾ, ഓടുന്ന ഒരു കാർ, ബൈക്ക്, പറക്കുന്ന ഫ്ലൈറ്റ്സ്, റോക്കറ്റ്സ്, ബേർഡ്സ് എക്സെട്ര. നിങ്ങളൊരു കാര്യം ഓർക്കുക, റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിനെയാണ് വിളിക്കുന്നത്. ആക്ച്വലി ഈ 2 ഡെഫിനിഷനിലും ടൈം ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. എക്സാംസിന് എഴുതുമ്പോൾ അതുകൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ടൈം സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ടൈം പാർട്ട് തൽക്കാലം ഒഴിവാക്കാം. പക്ഷേ ഡെഫിനിഷനിലെ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് പോയിൻറ്റ് ഓർ ആൻ ഒബ്സർവർ എന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഷൻ ഈസ് റിലേറ്റീവ് എന്നാണ് യൂഷ്വലി ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ റെഫറൻസ് പോയിൻറ്റ് നിർബന്ധമാണ്. റെഫറൻസ് പോയിൻറ്റ് മെൻഷൻ ചെയ്യാതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ എക്സാമ്പിളിലെ റെഫറൻസ് പോയിൻറ്റ് നമ്മൾ തന്നെയാകും എന്ന് അസ്യൂം ചെയ്യുക. 1-2 എക്സാമ്പിൾസ് കൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈൽ ഫോൺ നിങ്ങളെ അപേക്ഷിച്ച് റെസ്റ്റിലാണ്, എന്നാൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നിങ്ങളെ അപേക്ഷിച്ച് മോഷനിലുമാണ്. ഈ 2 എക്സാമ്പിൾസിലും നിങ്ങളെ അപേക്ഷിച്ച് എന്ന് സ്പെസിഫൈ ആക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ റെസ്റ്റിലാണ് എന്ന് കൂടെ അനുമാനിക്കേണ്ടതുണ്ട്. നിങ്ങൾ റെസ്റ്റിലാണ് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഒബ്സർവർ അനുസരിച്ച് മോഷനും റെസ്റ്റും മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഓടുന്ന ബസ്സിലിരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളും മൊബൈൽ ഫോണും പരസ്പരം റെസ്റ്റിലും, പുറത്ത് റെസ്റ്റിൽ നിന്ന് നോക്കുന്ന മൂന്നാമതൊരാൾക്ക് നിങ്ങൾ മോഷനിലുമായിരിക്കും. കാരണം ആ ബസ് മൂവ് ചെയ്യുകയാണല്ലോ. എന്നാൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് റെഫറൻസ് പോയിൻറ്റിൻ്റെ സ്റ്റേറ്റ് കൂടെ മാറുമ്പോഴാണ്. സിമ്പിൾ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റെഫറൻസ് പോയിൻറ്റ് റെസ്റ്റിലാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഹൈവേയിലൂടെ 2 കാറുകൾ ഒരേ ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻ ആലോചിക്കുക. അതായത് ഇത് നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യുന്നതാണ്. ഒരു ബസ്സിലിരിക്കുമ്പോഴോ ഒരു കാറിലിരിക്കുമ്പോഴോ നമ്മൾ ഒരു ഹൈവേയിലൂടെ ഒരേ ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ചില സമയങ്ങളിൽ ഈ 2 വാഹനങ്ങളുടെയും സ്പീഡ് ഒരുപോലെ ആകുമ്പോൾ നമുക്ക് അപ്പുറം ഇരിക്കുന്ന 2ാമത്തെ വാഹനം സ്ഥിരമായി അവിടെ തന്നെ കാണാൻ കഴിയും. വിച്ച് മീൻസ് നിങ്ങളെ അപേക്ഷിച്ച് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല.
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നിങ്ങളെ അപേക്ഷിച്ച് ഒരേ സ്പീഡിൽ ഈ 2 വാഹനങ്ങളും പരസ്പരം റെസ്റ്റിലാണ് എന്ന് പറയാൻ കഴിയും. സ്പീഡ് എന്ന ടോപ്പിക് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ആവശ്യത്തിന് നമുക്ക് ആ ഒരു ടേം വേണം. എപ്പോഴാണോ 2 ഒരേ ഡയറക്ഷനിൽ പോകുന്ന വാഹനങ്ങളുടെ സ്പീഡ് സെയിം ആവുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 2 വാഹനങ്ങളും പരസ്പരം റെസ്റ്റിലാണ് എന്ന് പറയാൻ കഴിയും. അതുപോലെ മുന്നേ പറഞ്ഞ ബസ്സിൻ്റെ എക്സാമ്പിളിൽ ഓടുന്ന ബസ്സിലിരുന്ന് പുറത്തേക്ക് നോക്കുന്ന നിങ്ങൾ കാണുന്നത് പുറത്ത് റെസ്റ്റിലിരിക്കുന്ന രണ്ടാമതൊരാളുടെ പൊസിഷൻ ചേഞ്ച് ആകുന്നതായിട്ടാണ്. വിച്ച് മീൻസ് നിങ്ങളെ അപേക്ഷിച്ച് അയാൾ മോഷനിലായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള മരങ്ങളൊക്കെ പുറകോട്ട് പോകുന്നതായി തോന്നാം. സോ അതുകൊണ്ട് നമുക്ക് പറയാം, നമ്മളെ അപേക്ഷിച്ച് ആ മരങ്ങളെല്ലാം മോഷനിലാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ മോഷൻ എന്ന സിംഗിൾ വേർഡിന് പകരം റിലേറ്റീവ് മോഷൻ എന്ന ടേമാകും കുറച്ചുകൂടെ ആക്യുറേറ്റ്. ഇനി മറ്റ് ചില എക്സാമ്പിൾസ് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് കുറച്ച് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് പരിചിതമായ ഒരു എക്സാമ്പിളാണിത്. നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് യു ആർ അറ്റ് റെസ്റ്റ്. എന്നാൽ ഈ സമയത്ത് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ മറ്റൊരു ട്രെയിൻ മാത്രമാണ് കാണുന്നത് എന്നും കൂടെ ഇമാജിൻ ചെയ്യുക. അതായത് ചുറ്റുമുള്ള ആകാശം, പാളം, മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുകൾ, എന്താ പറയുക, ചുമ്മാ നടക്കുന്ന ആൾക്കാർ, ഇവരെയൊന്നും കാണുന്നില്ല. നിങ്ങൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ മറ്റൊരു ട്രെയിൻ മാത്രമാണ് കാണുന്നത് എന്ന് വിചാരിക്കുക. ഇത് മിക്ക സ്റ്റേഷൻസിലും കാണാൻ ചാൻസ് ഉള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ റെസ്റ്റിലിരിക്കുന്ന നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ ട്രെയിൻ ചെറുതായി മൂവ് ചെയ്ത് തുടങ്ങിയാൽ അത് കാണുന്ന നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഏത് ട്രെയിനാണ് മൂവ് ചെയ്ത് തുടങ്ങിയത് എന്ന്. അതായത് എയ്തർ നമ്മളിരിക്കുന്ന ഫസ്റ്റ് ട്രെയിനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രെയിനോ ആകാം മൂവ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഒബ്ജക്റ്റിനെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മളല്ല മൂവ് ചെയ്ത് തുടങ്ങിയത്, ആ ഒരു ട്രെയിനാണ് മൂവ് ചെയ്ത് തുടങ്ങിയതെന്ന്. എന്നാൽ നമ്മൾ ആ ഒരു ട്രെയിനിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതായിട്ടല്ല തോന്നുക, ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്തതായിട്ടും തോന്നാം. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല ഏത് ട്രെയിനാണ് മൂവ് ചെയ്യുന്നത് എന്ന്. സോ അതാണ് റിലേറ്റീവ് മോഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ മൂന്നാമത്തെ ഒരു റെഫറൻസ് പോയിൻറ്റിൻ്റെ സഹായത്തോടെ മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ ഏത് ട്രെയിനാണ് മൂവ് ചെയ്തത് എന്ന് പറയാൻ കഴിയുള്ളൂ. അതായത് ഒന്നാമത്തെ ട്രെയിനിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ട്രെയിനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രെയിനിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ട്രെയിനെ ആകാം മൂവ് ചെയ്യുന്നത്. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസ് എനിക്ക് സ്ഥിരം ട്രെയിനിൽ പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. ആക്ച്വലി ഞാനിപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് റൈഡാണ് ബാംഗ്ലൂർക്ക്, അതും ബൈക്കിൽ സോളോ ലോങ് റൈഡ് ഫസ്റ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാത്ത പക്ഷം ഞാൻ മോസ്റ്റ്ലി ട്രെയിനിൽ തന്നെയാണ് പോകാറ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിലേറ്റീവ് മോഷൻ എന്ന ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിൻ്റെ മലയാളം അറിയാനായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ റിലേറ്റീവ് മോഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. സോ ഇത് ടൈപ്പ് ചെയ്ത് വന്നപ്പോഴേ അത് കാണിച്ചത് ബന്ധുക്കളുടെ ചലനമെന്നാണ്. അതേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ആപേക്ഷിക ചലനം എന്നതിനെ കാണിച്ചു. സോ അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്, അല്ലാതെ ബന്ധുക്കളുടെ ചലനം എന്നല്ല. സോ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൻ്റെ ചലനം, അതാണ് ആപേക്ഷിക ചലനം അല്ലെങ്കിൽ റിലേറ്റീവ് മോഷൻ. അപ്പോൾ ഇനിയുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ റെസ്റ്റിലിരുന്നു കൊണ്ട് ഒരു മരത്തെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ആ മരം റെസ്റ്റിൽ തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഭൂമിയുടെ വെളിയിൽ സ്പേസിൽ പോയി ഭൂമിയെ നോക്കിയാൽ ആ മരം ഭൂമിക്കൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്നതായി കാണാം. അതുകൂടാതെ സൂര്യന് ചുറ്റും റിവോൾവ് ആകുന്നതും കാണാം. അതായത് 2 ഡിഫറെൻറ്റ് ഒബ്സർവേഴ്സിനെ സംബന്ധിച്ച് ആ മരം ഒരേ സമയം റെസ്റ്റിലും മോഷനിലുമാണ്. ഭൂമിയിലിരിക്കുന്ന നമുക്ക് ആ മരം റെസ്റ്റിലും, സ്പേസിലിരിക്കുന്ന നമുക്ക് ആ മരം മോഷനിലുമാണ്. വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെഫറൻസ് പോയിൻറ്റ്. അക്കോർഡിംഗ് ടു ഹൂം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തേ പറ്റുകയുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ സൂര്യൻ റെസ്റ്റിലാണോ? അല്ല. സൂര്യനും ഈ കാണുന്ന എംപ്റ്റി സ്പേസിലൂടെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിനെ വലം വയ്ക്കുന്നുണ്ട്. സോ സൂര്യനും മോഷനിലാണ്. ഇനി ഈ പറഞ്ഞ ഗാലക്സികളും മോഷനിലാണ്. ചുരുക്കി പറഞ്ഞാൽ പെർഫെക്റ്റ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റും ഈ യൂണിവേഴ്സിലില്ല. ആ പെർഫെക്റ്റ് റെസ്റ്റിനെയാണ് അബ്സല്യൂട്ട് റെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അബ്സല്യൂട്ട് റെസ്റ്റ് എന്ന സ്റ്റേറ്റ് എവിടെയും കാണാൻ കഴിയില്ല. പകരം പറയാൻ കഴിയുന്ന ടൈമാണ് റിലേറ്റീവ് മോഷൻ. അപ്പോൾ റെസ്റ്റ് മോഷനും റിലേറ്റീവ് മോഷനും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ കൺഫ്യൂഷനുള്ള ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോർഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ചുരുക്കം ചില വാക്കുകൾ ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്, അത് ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തൊരു ടോപ്പിക്കായിട്ട് തന്നെ വരാം. അതുവരെ ടേക്ക് കെയർ, നന്നായിട്ട് പഠിക്കുക. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ഷെയർ ഇഫ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.